സ്വാതന്ത്ര്യദിനത്തിന് ഒരു മാസം മാത്രം അവശേഷിക്കെ ചെങ്കോട്ടയിൽ സുരക്ഷ ശക്തമാക്കാൻ ഒരുങ്ങി ഡൽഹി പോലീസ്. സ്നൈപ്പർമാർ, സ്പോട്ടർമാർ, FR, CCTV ക്യാമറകൾ എന്നിവ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ പദ്ധതി. ചെങ്കോട്ടയിൽ നടക്കുന്ന പരിപാടിയിൽ ആളുകളെ പരിശോധിക്കാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ സ്നൈപ്പർമാർക്ക് മുൻഗണന നൽകാൻ അധികൃതർ തീരുമാനിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് യോഗം നടന്നിരുന്നു. ഇതിൽ ട്രംപിനെതിരായ ആക്രമണം ചർച്ച ചെയ്തതായും പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ കർശനമായ സുരക്ഷ ഒരുക്കുന്നതിന് ഊന്നൽ നൽകിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. G20 ഉച്ചകോടിക്കിടെ വിദേശ വിശിഷ്ട വ്യക്തികളെ സംരക്ഷിക്കുന്നതിനായി വാടകയ്ക്കെടുത്ത ഡ്രഗുനോവ് SVT റൈഫിളുകളുള്ള സ്നൈപ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു. ഈ റൈഫിളുകൾക്ക് 800 മീറ്ററിലധികം പ്രായോഗിക കൃത്യതയുണ്ട്. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കായി സ്പോട്ടറുകൾ, മുഖം തിരിച്ചറിയൽ സംവിധാനമുള്ള CCTV ക്യാമറകൾ, ഡ്രോണുകൾ എന്നിവയുടെ ഉപയോഗം ഇതിനകം തന്നെ പദ്ധതിയിലുണ്ട്. FRS ഘടിപ്പിച്ച ക്യാമറകൾ ഡൽഹിയിൽ 4-5 വർഷമായി ഉപയോഗത്തിലുണ്ടെന്നും ഈ വർഷം അവരുടെ എണ്ണം 1000 ഉയർത്തുമെന്നും അധികൃതർ അറിയിച്ചു. വേദിക്ക് ചുറ്റുമുള്ള താമസക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരിശോധനയ്ക്കായി ആപ്പിന്റെ രൂപത്തിൽ ഈ വർഷം ഒരു പുതിയ സുരക്ഷാ ഫീച്ചർ ചേർത്തിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. വേദിക്ക് ചുറ്റുമുള്ള ആളുകളെയും തൊഴിലാളികളെയും കടയുടമകളെയും പരിശോധിക്കുന്നതിനാണ് ഈ പരീക്ഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ആപ്പ് വികസിപ്പിച്ചത്. ചെങ്കോട്ടയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ആസൂത്രണം പുരോഗമിക്കുകയാണെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ MK മീണ PTIയോട് പറഞ്ഞു. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആളുകളുടെ പരിശോധനയ്ക്കായി പോലീസ് സേനയുടെ ആന്തരിക ഉപയോഗത്തിനുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ. പരിശോധനാ പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ഈ സാങ്കേതിക വിദ്യ ഞങ്ങളെ സഹായിക്കുന്നു. ഇതുമൂലം ആളുകളുടെ ഐഡന്റിറ്റി ആധികാരികമായി പരിശോധിക്കാനാകുന്നു എന്നാണ് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. സ്വാതന്ത്ര്യദിനത്തിൽ ആപ്പ് ആദ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്നും മറ്റ് പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ സ്ഥിരീകരണത്തിനായി ഇത് നഗരത്തിലുടനീളം ഉപയോഗിക്കാമെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു. അർദ്ധസൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെ 10,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചെങ്കോട്ടയ്ക്കും മധ്യവടക്കൻ ഡൽഹിയിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളിലും വിന്യസിക്കാൻ പോലീസ് പദ്ധതിയിട്ടിട്ടുണ്ട്. ദീർഘദൂര ആയുധങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിന് ധാരാളം മണൽ ചാക്കുകൾ ക്രമീകരിക്കും. അർദ്ധസൈനിക വിഭാഗങ്ങളുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ സംഭവങ്ങൾക്കിടെ ഏത് തരത്തിലുള്ള ഭീഷണിയും നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.